കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും എന്നെ അമ്മയെന്നാ വിളിക്കണം തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, അറിയില്ല എന്താണ് വിളിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കാത്തിരുന്നൊരു നിമിഷം, നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള ഒരു മിക്കവരും കാത്തിരുന്നൊരു നിമിഷമാണ് രേണു സുധി നാട്ടിലേക്ക് വരുന്നത്. അങ്ങ് ദുബായിലുള്ള എല്ലാ ഇനോഗ്രേഷനും കൊളാബറേഷനും എല്ലാ സംഭവവും കഴിഞ്ഞത്. ആ തിരക്കൊക്കെ മാറ്റി വെച്ച് രേണു സുധി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ തിരക്ക് മാറ്റി വെച്ചെന്ന് പറയുന്നില്ല, ഒരുപക്ഷെ അവിടത്തേക്കാളും തിരക്കാണ് കേട്ടോ ആൾക്ക് ഇവിടെ. കേരളക്കാരൻ മുഴുവനും രേണുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. രേണുവിൻ്റെ മറ്റേ ആൾക്കാരല്ലേ, ക്യാമറമാൻമാർ, ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചേട്ടന്മാർ, അതേ ചേട്ടന്മാരെ തന്നെ. ചേട്ടാ ദേ ബ്രോസ്, ഞാനിവിടെ എയർപോർട്ടിൽ ഇന്ന ടൈമിൽ എത്തും, നിങ്ങൾ വരണം, ഞാൻ പഠിപ്പിച്ചു തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് എന്നെ വെള്ള പൂശാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന ക്വസ്റ്റ്യൻസ് രാത്രി ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് എയർപോർട്ടിൽ ഞാൻ എത്തുന്ന അതേ സമയത്ത് എത്തണം കേട്ടോ. ക്ലിപ്പുകളായിട്ട് എല്ലാ മീഡിയാസും അത് പബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കഞ്ഞിക്കുള്ള വകുപ്പും എനിക്ക് കഞ്ഞിക്കുള്ള വകുപ്പും ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നെ വീണ്ടും വെള്ള പൂശാനും എനിക്ക് എൻ്റെതായ ന്യായങ്ങൾ വിളിച്ച് പറയാനും അതിനുള്ളൊരു അവസരം വേണ്ടേ. അവരെനിക്കെതിരെ വീഡിയോ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്ത് രേണു സുധിത അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചിരിക്കുകയാണ്. കിച്ചുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അറിയാലോ, കിച്ചു ആണ് രേണു സുധിക്ക് ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ നമ്മളാക്കി കിടന്ന് ഇത് പറയുന്നൊന്നും രേണുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ കിച്ചു കൊടുത്ത അടി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര അടിയായിരുന്നു. ആ അടി എങ്ങനെയെങ്കിലൊക്കെ വെളുപ്പിക്കാനുള്ള പരിപാടിയിലാണ് രേണു. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ എയർപോർട്ടിലുള്ള ഇൻ്റർവ്യൂ. ഇത് രേണുവിൻ്റെ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ രേണുവിൻ്റെ ഈ ബ്രോസ്, രേണുവിൻ്റെ കൂടെ നടക്കുന്ന ഇവന്മാരൊക്കെ ഏത് മീഡിയ എന്നൊന്നും അറിയില്ല, ഇവന്മാരല്ലാതെ കുറച്ച് ഓളമുള്ള ഏതെങ്കിലും ഒരു മീഡിയാസിൻ്റെ മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് രേണുവിന് ഉത്തരം പറയാൻ പറ്റൂല രേണു. അപ്പോൾ ഇവന്മാരെ പോലെയുള്ള മീഡിയാസിൻ്റെ മുന്നിൽ മാത്രമേ രേണുവിൻ്റെ ഇമാതിരിയുള്ള ഘട്ടങ്ങളൊക്കെ നടക്കുള്ളൂ. എന്താണ് രേണു സുധി എയർപോർട്ടിൽ വന്ന് ജനങ്ങളോട് വിളിച്ചു കൂവിയത് നമുക്ക് കേൾക്കാം. അതിന് മുമ്പായിട്ട് ഗുരുമന്ത്ര അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും കേട്ടോ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2 10th എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാ കുട്ടികളും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. 10th +2 ഒക്കെ കഴിഞ്ഞെങ്കിലും അവർക്ക് ആകെ ടെൻഷനൊക്കെ ഉണ്ടാവും. അഡ്മിഷനിൽ എവിടെയായിരിക്കും ഉണ്ടാവുക, എൻ്റെ കോഴ്സായിരിക്കും പഠിക്കുക. കാരണം +2 കഴിഞ്ഞവർക്ക് ഇനി അവരുടെ അടുത്ത ലെവലാണല്ലോ. സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. +2 കഴിഞ്ഞ് അഡ്മിഷൻ നോക്കി നിൽക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാൻ താല്പര്യമുണ്ടോ? കേരളത്തിനുള്ളിൽ തന്നെയാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെളിയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കണം പക്ഷേ ഒരു ഹെൽപ്പില്ല, ആരെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ സ്വന്തം കമ്പനിയാണ് കേട്ടോ. എജു നാവിഗേറ്റർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കമ്പനിയാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒരുപാട് ചേച്ചിമാരും ഒരുപാട് ചേട്ടന്മാരും ഉണ്ടാകും. നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് തരും. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് ഏത് കോളേജിലൊക്കെയാണ് എടുക്കേണ്ടത്, എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അവർ തരും. 100% വിശ്വസ്തയോട് കൂടി തന്നെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരുക മാത്രമല്ല, നിങ്ങളവിടെ കോളേജിൽ കയറ്റി വിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന വരെയുള്ള എല്ലാവിധ സപ്പോർട്ടും എജു നാവിഗേറ്റർ തരും. നമ്മൾ തരും. 100% നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഒരു ലീഗൽ സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. അതായത് ഒരു ലീഗൽ സർവീസ് ടീമും എജു നാവിഗേറ്ററും അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ലെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട. അതിന് ഒരു ലീഗൽ സർവീസ് ടീമുമായിട്ട് എജു നാവിഗേറ്റർ ഒരു എഗ്രിമെൻറ്റ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ പൈസ പോകുന്നോ അവരുടെ സീറ്റ് പോകുന്നോ അങ്ങനെ യാതൊരു വിധത്തിൽ ടെൻഷൻ വേണ്ട. നിങ്ങൾ എജു നാവിഗേറ്ററായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളൊരു സീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കിട്ടും. സൗജന്യമായിട്ടാണ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എജു നാവിഗേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം എപ്പോഴാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കയ്യിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പൈസ കൊടുത്തു, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തന്നില്ല, പൈസ കൊടുത്തു പറഞ്ഞ കോഴ്സല്ല നിങ്ങൾക്ക് കിട്ടിയത്, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിലോ മറ്റോ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു ലീഗൽ സർവീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പണം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 100% നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയുള്ള ലീഗൽ സപ്പോർട്ട് നമ്മൾ തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് പറഞ്ഞാൽ മതി, വിപിത. നമ്മുടെ സ്വന്തം കമ്പനി തന്നെയാണ്. ഇത് കണക്ട് ചെയ്യുക. എറണാകുളത്താണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. അപ്പോൾ നേരിട്ട് കാണണം എന്നുള്ളവർ നേരിട്ട് വന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. ഫോണിൽ കൂടി ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെ കോളേജിലാണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ തരാം.
അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ വീഡിയോ രേണുസുധിയുടെയാണ്. രേണുസുധി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നത്തെ പോലെ എയർപോർട്ടിൽ കുറച്ച് ചേട്ടന്മാർ ക്യാമറയും പിടിച്ച് നിന്നു. കുറേ ചോദ്യങ്ങൾ രേണുവിനോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ കിച്ചു കുറച്ച് സത്യങ്ങൾ കഴിഞ്ഞ് 2 ദിവസമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കെൻ്റെ ഋതപ്പനെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല, എനിക്കെൻ്റെ വീട്ടിൽ കയറാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല, ആകുലതയാണോ എന്താണെന്നറിയില്ല, കിച്ചു വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയൊക്കെ ആയിട്ടാണ് കേട്ടോ രേണുസുധി എത്തിയിരിക്കുന്നത്. എന്നാൽ രേണുസുധിയുടെ മറുപടി 1 by 1 ആയിട്ട് നമുക്കൊന്ന് കേൾക്കാം. സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞതാണ് 2 മക്കളും. അവരെ എനിക്കെന്താ പറയാ, എനിക്ക് അവരെ ഒരിക്കലും വെറുക്കാനോ ഞാൻ ഒരിക്കലും അവരെ തള്ളി പറഞ്ഞിട്ടുമില്ല. എങ്ങും പോയി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തുമില്ല. എനിക്കെന്നും അവര് മക്കള് തന്നെയാണ്. മുൻകൂട്ടി ഇങ്ങനെ അങ്ങ് അവന്റെ വീട്ടില് ഞാൻ എന്തിനാണ് കേറ്റാതിരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? ഞാൻ അങ്ങനെയൊന്നും, ഇതാണ് പറഞ്ഞ മാനിപ്പുലേറ്റിംഗും റീച്ചും. അതാണ് റീച്ചാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് നിൽക്കുമല്ലേ വിവാദങ്ങൾ. അപ്പം പിന്നെ എല്ലാവരും എടുക്കുന്ന രേണുസുധി ഇട്ട് അലക്കി കഴിഞ്ഞാൽ നല്ല ഇത് നിങ്ങൾക്കറിയാം. പിന്നെ ഭയങ്കര വിവാദം നിൽക്കുകയല്ലേ റീച്ച്. എൻ്റെ പൊന്നു രേണുവിൻ്റെ കുടുംബകാര്യമൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ കുടുംബം നടക്കുന്ന കാര്യമൊക്കെ എടുത്തിട്ട് നമുക്ക് പറഞ്ഞ് റീച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. രേണു തന്നെയാണ് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ മകൻ എന്ന് പറയുന്ന കിച്ചുവും റീച്ചിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ കിച്ചുവിന് കിട്ടുന്ന കൊളാബറേഷൻസ് ഓരോ കമ്പനിയുടെ പേരിൽ കിച്ചുവിന് അത്യാവശ്യം നല്ല രീതിയിൽ കൊളാബറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇത്ര ലക്ഷങ്ങൾ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഉണ്ടാക്കാം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയാൽ എന്താ? കിച്ചുവും തുടങ്ങി. പക്ഷെ അത് രേണുവിൻ്റെ തലയിൽ അല്ലെങ്കിൽ നെറുകയിൽ ചവിട്ടിയിട്ടാണ് കിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ചവിട്ടലുണ്ടല്ലോ രേണുവിനെ നല്ല രീതിയിൽ അടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പേർക്ക് എന്തോ എനിക്ക് ഇവരുടെ 2 പേരുടെയും തുറന്നു പറിച്ചില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യം, കിച്ചുവിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് രേണുവിനും അറിയാം. അതേപോലെ തന്നെ രേണുവിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് കിച്ചുവിനും അറിയാം. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ അതായത് രേണുവിൻ്റെ കാര്യങ്ങൾ കിച്ചു പറഞ്ഞാൽ കിച്ചുവിൻ്റെ കാര്യങ്ങൾ രേണു പറയും. ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. ഇതിനിടയിൽ രേണു കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ എന്തോ സംഭവിച്ചു. എന്താണോ സംഭവിച്ചെന്ന് അറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. അതാണ് മാനിപ്പുലേഷൻ റീച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത്, അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും മെയ്യുന്നത്. ഇനി അങ്ങോട്ട് സഹിച്ചോ. ഞാൻ ബ്ലോഗേഴ്സിന്റെ പേരൊന്നും പറഞ്ഞു, ഞാൻ ഇതൊന്നും കാണാറ് പോലും ഇല്ലാത്ത, പക്ഷെ എന്നെ കണ്ടിപ്പെടുന്നതുകൊണ്ടാണ് അവരൊക്കെ ഇതിന്റെ പുറകെ. ഞാനൊന്നും കാണാറ് പോലും ഇല്ലാന്ന്. എന്നിട്ട് ആരെന്ത് വീഡിയോ ഇട്ടാലും വരും അവരുടെ പേരൊക്കെ പറഞ്ഞോണ്ട് ഇന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് രേണു ആണുങ്ങളില്ലേ, അത് കുറച്ച് കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരൊക്കെ വ്ലോഗ് ചെയ്യുമ്പോൾ അവന്മാരുടെ പേരൊക്കെ പറഞ്ഞോണ്ട് രേണു വരും. അല്ലാതെ എല്ലാവരും വേറെ ആരുടെ പേരൊന്നും രേണു എന്നെ പറയില്ല. എടാ ചേർക്കാൻ നിന്നെ കാണാൻ കൊള്ളാലോ, പിന്നെ എന്താണ് നിനക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടാ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോടാ, പറയുന്ന വർത്താനം കേട്ടോ രേണുവിൻ്റെ ഇതിനകത്ത്. അതിനൊക്കെ അപ്പോൾ അവരുടെയൊക്കെ പേരെടുത്ത് പറയും. രേണു പറയുന്നത് ഞാൻ ആരൊന്നും കാണാറുമില്ല ഒന്നുമില്ല, എല്ലാവരെയും കാണും. രേണു പറഞ്ഞിട്ടാണ് പലരും ഞാൻ കാണുന്നത്. രേണു ഇങ്ങനെ ഓരോന്ന് പേര് വിളിച്ചു പറയുമല്ലോ, അപ്പോഴാണ് ഇവരെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഞാൻ കയറി നോക്കിയിട്ട് ഞാൻ കാണുന്നത്. അതെ, പലരും കാണുന്നത് അങ്ങനെയാണ്. രേണു സകലതും ഇരുന്ന് കാണുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ തുമ്മിയ കാര്യങ്ങൾ വരെ എടുത്തിടുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇതുപോലെ ബ്രോസിനെയും കൊണ്ട് രേണു പിറ്റേ ദിവസം എത്താറുണ്ട്. അപ്പോൾ രേണു താങ്കളത് കാണാറില്ല എന്നുള്ള പച്ചക്കള്ളം പറയുന്നത് നിർത്ത്, നമുക്കറിയാൻ കാണാറുണ്ടെന്ന്. ഈ കളിച്ചിട്ടുള്ളവരെയൊക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്താലും ചെയ്തില്ല അവന്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ അതിനകത്തൊന്നും ആരെയും തെറ്റും പറയുന്നില്ല, കുറ്റവും പറയുന്നില്ല. എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഋതപ്പം കുഞ്ഞാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലൈവിലൊന്ന് പറഞ്ഞത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. ഇത്ര പേരെ സപ്പോർട്ട് ചെയ്ത് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ വന്നത്, അവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം രേണു പറഞ്ഞില്ല എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എന്ത് വിളിച്ചു അറിയാമോ? സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നത് കിച്ചുവിനെയോ അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തിടുന്നവരെയോ എന്തോ. രേണുസുധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-20 നിലപാടുമായിട്ടാണ് പെട്ടിയിൽ കെട്ടി പൂട്ടി ആള് വന്നിരിക്കുന്നത്. ഓരോ സമയത്തും ഓരോ നിലപാടുകളാണ്. അമ്മയെന്ന് വിളിച്ചപ്പോൾ ഇപ്പോഴും എന്നെ അമ്മയെന്നാ വിളിക്കണം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അറിയാം. തോന്നുന്നതാ ഇപ്പോഴും എന്നെ അമ്മയെന്നാ വിളിക്കുന്നത് തോന്നുന്നുണ്ട്. 24-ാം തീയതി വരെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞല്ലേ, അപ്പം അമ്മ എന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഗൈസ്, ഗ്യാപ്പ്. രേണുവിന് കിച്ചു എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്, അത് കാണിക്കാത്തതാ. സോഷ്യൽ മീഡിയ മുന്നിൽ അവനെന്ത് പറഞ്ഞാലും എന്താ, അവൻ എൻ്റെ മോനല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ നല്ല ദേഷ്യവും ഗ്യാപ്പൊക്കെ ഉണ്ട്, അത് സംസാരത്തിന് മനസ്സിലാവാം. ഇത് രേണു കണ്ണു നിറഞ്ഞോ?
എപ്പോ ഇല്ലല്ല എന്തൊക്കെ പറഞ്ഞാലും സൂസൈഡ് പോയതിനു ശേഷം മകനെ പോലെയല്ല മകൻ തന്നെയാണ് ചേർത്ത് പോയതിനു ശേഷമല്ലോ അന്ന് തൊട്ടേ സുചേട്ടൻ കൊണ്ടുവന്നപ്പോളെ എന്താ പറയാ ഇത് എന്റെ മോനാന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. അതായത് ഇത് നിന്റെ മോനാണ് നമ്മുടെ. അതായത് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മൂന്നാമത് കെട്ടി, അത് മകന് വേണ്ടി തന്നെയാണ്. ആദ്യത്തെ ഭാര്യ ഇട്ടിട്ട് പോയി, രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ മകനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു, ഉപദ്രവിച്ചു, മാനസികമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മകനുമായിട്ടുള്ളൊരു അകൽച്ച വന്നു. അപ്പോൾ അതിനെ ഉപേക്ഷിച്ച് വേറെ കെട്ടിയപ്പോഴേ മകനുണ്ടെന്ന് രേണുവിന് അറിഞ്ഞുകൊണ്ടാണ് രേണു കെട്ടിയത്. മൂന്നാനമ്മയായി കിച്ചുവിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ലേഡി, എന്തു പറയാനല്ലേ. ഇവിടെ അവസരം കിട്ടിയാലും രേണു ഇത് പറയും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നതേ എൻ്റെ മകനായിട്ടാണ്. 11 വയസ്സുള്ള, എനിക്ക് 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായ ആളാണ് എന്നൊക്കെ ഇങ്ങനെ 24 മണിക്കൂർ വിളിച്ചു പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ്. മോനാണെന്ന് പറഞ്ഞല്ലേ എന്നെ ആദ്യം കാണിച്ചത്. പിന്നെ അവൻ അന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ ഇപ്പോഴും എന്നെ അമ്മയെന്നാ വിളിക്കുന്നെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, അറിയില്ല എന്താണ് വിളിക്കുന്നത്. എന്നാലും അമ്മ തന്നെയാണ് ഇതുവരെ വിളിച്ചത്. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ രേണോ. എനിക്കിപ്പോൾ അവൻ എന്താ എന്നെ വിളിക്കുന്നതെന്ന് അറിയില്ലെന്ന്. അതെന്താ 24-ാം തീയതി വരെ എന്നെ വിളിച്ചതാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 24-ാം തീയതിക്ക് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്നാണ് രേണു പറയുന്നത്. പോകുന്നവരെ അല്ലെങ്കിൽ 24-ാം തീയതി പൈസ ചോദിക്കാൻ വിളിച്ചതാണെന്ന് രേണു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അമ്മ എന്നല്ലേ വിളിച്ചേ, അമ്മന്ന് വിളിക്കാറില്ലേ? ഇപ്പോൾ രേണു പറഞ്ഞു എന്നെ വിളിക്കുന്നത് അമ്മ എന്നാന്ന് തോന്നുന്നു. എന്താ രേണു അങ്ങനെ ഒരു വർത്താനം? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കിച്ചു ലൈവിലൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ രേണു പറഞ്ഞാൽ 24-ാം തീയതി വരെ പൈസ ചോദിച്ചു, പൈസ ഞാൻ കൊടുക്കാറുണ്ട്, ഇവർ തമ്മിൽ നല്ല ടേംസിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കിച്ചു ഇങ്ങനെ ലൈവിൽ വന്ന് പറഞ്ഞപ്പോൾ രേണു സുധിക്ക് വിളിച്ച് ചോദിക്കാനില്ലേ മകനോട്, എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞത്, എന്താ നിന്റെ പ്രശ്നം, നിനക്കൊന്ന് പറഞ്ഞൂടെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ടല്ലോ. രേണു സുധി എന്താ ചോദിച്ചില്ല. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. ഫ്രണ്ടിൽ ഇവരെക്കുറിച്ച് മാത്രം നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് ഈ രണ്ടുപേരും വരുന്നത്, രേണു സുധി ആണെങ്കിലും കിച്ചു ആണെങ്കിലും. പക്ഷേ ഇതൊന്നല്ല കാര്യം. രേണു സുധിയെ വെച്ചിട്ട്, സുധി എന്ന് പറയുന്ന ആ ചേട്ടനെ വെച്ചിട്ട്, മരിച്ചുപോയ ആ വ്യക്തിയെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു. അതേ നാണയം തന്നെ തിരിച്ച് കിച്ചു കളിക്കുന്നു. രേണുവിനെ വെച്ചിട്ട് കിച്ചു പൈസ ഉണ്ടാക്കുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്തും തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. രേണു ഇപ്പോൾ ഉള്ള രേണു സുധി എന്ന് പറയുന്നത് വലിയ സെലിബ്രിറ്റി ആയത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലല്ലേ. എന്നിട്ട് രേണു സ്വത്ത് തന്നില്ല, എനിക്ക് ആകെ കടവും പ്രാരാബ്ദവും ഈ പറയുന്ന 2 മക്കളെ മാത്രം തന്നിട്ടുള്ളൂ, അല്ലാതെ എനിക്കൊന്നും തന്നിട്ടല്ല മനുഷ്യൻ പോയത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭർത്താവ് മരിക്കുമ്പോൾ സ്വത്തുക്കളൊന്നും ഉണ്ടാക്കിയിട്ടല്ല പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ജോലി എടുത്തേ പറ്റൂ എന്നുള്ളത്. അവർക്ക് ജോലി ഒരുപാട് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരെടുത്ത് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി ഇപ്പോൾ നിൽക്കുന്ന രേണു സുധി എന്ന് പറയുന്നത് സെലിബ്രിറ്റിയിലേക്ക് രേണു എത്തിയത് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ പേര് കൊണ്ടല്ലേ. പിന്നെ എനിക്കൊന്നും തന്നില്ല എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. പിന്നെ സുധി എന്ന് പറയുന്ന വ്യക്തി പ്രാരാബ്ദം കടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കട രേണു വീട്ടിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരെണ്ണം വീട്ടിട്ടുണ്ടോ രേണു? വീട്ടിട്ടുണ്ടോ? ചോദിക്കുന്നവരോട് പറയുന്നതാ, ഇതാ അവിടെ കല്ലറയുണ്ട്, അവിടെ പോയി ചോദിക്കുന്നല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ രേണു വിടുന്നത് എല്ലാവരെയും. എന്നിട്ട് പിന്നെ ഇപ്പം എന്താ രേണു എനിക്ക് തന്നിരിക്കുന്നത് ഇത് മാത്രം. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്, അവരുടെ ഭർത്താവ് ആയിരുന്നു, അവർക്ക് പൈസ ഉണ്ടാക്കാം, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് ഒന്നും തന്നിട്ടില്ല, 2 മക്കളെ മാത്രമെന്ന്. ഈ മക്കളെ ആരാ നോക്കുന്നത്? ഈ മകനെ ആരാ നോക്കുന്നത്? പഠിപ്പിക്കുന്നുണ്ടോ? രേണു ആണോ പഠിപ്പിക്കുന്നത്? രേണു ആണോ? അല്ലല്ലോ. വീട് വെച്ചത് കൊടുത്തത് രേണു ആണോ? അല്ലല്ലോ. ഇപ്പം ആ മകൻ താമസിക്കുന്ന രേണുവിൻ്റെ കൂടെയാണോ? അല്ലല്ലോ. എത്ര വർഷമായി സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട്? അധികം വർഷമൊന്നും ആയിട്ടില്ലല്ലോ. ഇതിനുള്ളിൽ എന്തെങ്കിലും രേണു ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് രേണു പറയുന്നത് എനിക്ക് പ്രാരാബ്ദങ്ങളും കടങ്ങളും 2 മക്കളെ മാത്രം തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതും കൂടി ഒന്ന് ഓർക്കണം. ഒരു സാധനം ചെയ്തിട്ടില്ല. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, സുധി എന്ന് പറയുന്ന മരിച്ചുപോയ തൻ്റെ ഭർത്താവിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ ഒരു ലേഡി ഇവരായിരിക്കും. എന്നിട്ട് ഇപ്പോൾ പറയും എനിക്കൊന്നും തന്നിട്ടില്ല, എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്ന്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിപ്പോ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോട് പിണക്കങ്ങളോ ഒന്നും
അഭിപ്രായങ്ങളല്ല രേണു, അനുഭവങ്ങൾ. അഭിപ്രായങ്ങളല്ല ആളും വന്ന് പറഞ്ഞത്. അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് അഭിപ്രായങ്ങളൊന്നും ഇല്ല. കിച്ചുവിന് 22 വയസ്സായെങ്കിലും പുള്ളിക്ക് പുള്ളിയുടേതായ അഭിപ്രായങ്ങളൊന്നും ഇല്ല. അഭിപ്രായങ്ങൾ എടുക്കാനോ തുറന്നു പറയാനോ ധൈര്യമില്ല. ആ സ്ഥിതിയിലേക്ക് ആക്കിയ ഒരു അവസ്ഥയുണ്ട്. ആ സ്ഥിതിയിലേക്ക് കിച്ചു എന്ന് പറയുന്ന വ്യക്തി എത്തിയതിൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. അഭിപ്രായങ്ങളല്ല, അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്തക്കവണ്ണം അവനെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ച സ്ത്രീകളെ കുറിച്ചുമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ രേണുസുതിയും ഉണ്ട്. അതിനെക്കുറിച്ചാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അത് അഭിപ്രായങ്ങളാക്കി മാറി. അഭിപ്രായങ്ങളല്ല, അനുഭവങ്ങൾ. വിയോജിപ്പോ കാര്യങ്ങളോ ആരുടെ പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചുണ്ടോ എന്തിനാണ് എനിക്ക് മാനിപ്പുലേഷൻ അല്ലെന്ന് കിച്ചു തന്നെ വിളിച്ചു വന്ന് ലൈവിൽ പറഞ്ഞു. എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്താൽ മാറുന്ന തരത്തിലുള്ള രീതിയിലാണോ രേണുസുതിയാണ് വളർത്തിയെന്ന് പറയുന്നുണ്ട്. രേണുസുതി മകനെ വളർത്തിയിരിക്കുന്നത് അവന്റെ അനുഭവങ്ങളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനുഭവങ്ങൾ എങ്ങനെയാണ് മാനിപ്പുലേഷൻ ആവുന്നത്? രേണു പിന്നെ റീച്ചിന് വേണ്ടിയിട്ട്, കിച്ചുവിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണോ രേണുസുതിക്കെതിരെ എത്തിയതാണോ രേണു പറയുന്നത്? ഇത് കണ്ടോണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പ്രേക്ഷകർ, എനിക്ക് ഒരുപാട് പേര് എന്നോട് കമന്റ് അയച്ചു, മെസ്സേജ് അയച്ചു എന്നോട് ഇപ്പോൾ പറയുന്നത്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടിണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഇതിൽ ഓർഡറാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ രേണുസുതിയെ കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി റീച്ചിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്തത്? മരിച്ചുപോയ ഭർത്താവിൻ്റെ പേര് വലിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു. ഇപ്പോൾ അതേ സുധിച്ചേട്ടൻ്റെ മകൻ അച്ഛൻ്റെ പേര് ചീത്താക്കിക്കൊണ്ട് അമ്മ പൈസ ഉണ്ടാക്കി. മൂന്നാം പൈസ ഉണ്ടാക്കിയപ്പോൾ അമ്മയ്ക്കിട്ടൊരു തലക്കിട്ടൊരു കൊട്ട് കൊടുത്ത് ഇപ്പോൾ അവൻ പൈസ ഉണ്ടാക്കുന്നു. അവനിപ്പോൾ ഒരുപാട് കൊളാബറേഷനൊക്കെ കിട്ടുന്നുണ്ട്. അവൻ ചെയ്യട്ടെ, അവൻ ജീവിക്കട്ടെ. അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് രേണു ഉണ്ടാക്കിയതല്ലേ. എന്തെങ്കിലും അവന് കൊടുക്കുന്നുണ്ടോ? ഈ നക്കാപ്പിച്ച് 500, 600, 700 അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഈ 500, 600 കൊടുത്ത സ്ക്രീൻഷോട്ട് രേണു പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ 10,000 അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ വാലാക്കി നടക്കിയ കുറേ എണ്ണങ്ങൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ വലിയ ഭീമമായ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ഈ 500, 200 കൊടുത്ത എമൗണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട രേണു ഈ പറയുന്ന 10,000, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടാനായിട്ട് രേണുവിനെ പോലെയുള്ള വലിയ സെലിബ്രിറ്റിക്ക് അത്ര വലിയ താമസമൊന്നുമില്ല. പിന്നെ ഇത് ബാങ്ക് അവധി ആയിരുന്നല്ലോ കുറച്ച് ദിവസം, അതുകൊണ്ടായിരിക്കും. അപ്പം ഇനിയും ഇടാം. അറിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്കൊരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റി അല്ലേ, അവരെടുത്തിട്ട് അവരെ മൊബൈലിലേക്ക് അയച്ചു. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ കിച്ചുവിന് അയച്ചു കൊടുത്തത് ഇത്ര രൂപ എന്ന് ഒന്ന് കാണിക്കണം കേട്ടോ. ഈ 500, 600, 200 അവൻ്റെ അച്ഛനെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് 500, 600 ഇട്ട് കൊടുക്കും. 600 500 മാക്സിമം ഇട്ടേക്കണം. എന്നിട്ട് ഇപ്പോൾ പറയണം റീച്ചിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവൻ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവൻ നല്ല രീതിയിലുള്ള ഒരു കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെലിബ്രിറ്റിക്ക് ആണെങ്കിലും മിക്കവാറും ലക്ഷങ്ങൾ കിട്ടും. സാധാ ഒരാൾക്ക് തന്നെ വലിയ റീച്ചൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്ക് 10,000-40,000 രൂപ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർക്കൊക്കെ ആവുമ്പോൾ മിനിമം ഒരു 50,000 ഒക്കെ കൊടുക്കേണ്ടി വരാം. അത് മിനിമം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ കിച്ചുവിന് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൊളാബ് കിട്ടുന്നുണ്ട്. രേണുസുതിക്ക് അത്ര കിട്ടിയാൽ മതിയോ? അവനും ജീവിക്കണ്ടേ? അവനും വേണ്ടേ പൈസ? എന്തായാലും കൊള്ളാം. കുടുംബക്കാർ മൊത്തത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട്. നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളതല്ലേ. അപ്പോൾ എല്ലാം കാത്തിരുന്ന് തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ രേണുസുതിയുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ്. ഗുരുമന്ത്രയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ജോബിന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺ എന്താണുള്ളത്, ജോബ് കിട്ടാനും ജോബ് അട്രാക്ട് ചെയ്യാനും ഒക്കെ മണി അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഗുരുമന്ത്രയിൽ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ്. എന്താണ് റേക്കി എന്ന് അറിയാൻ പാടില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് റേക്കി, എങ്ങനെയാണ് എനർജൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റുകളുണ്ടല്ലോ ഏത് സൈറ്റിൽ നിന്ന് വാങ്ങിയാലും ഇവർ എനർജൈസ് ചെയ്യും. നോർമൽ എനർജൈസിങ് ആണത്. അതിന് എനർജൈസിങ് എന്നല്ല പറയാൻ പറ്റുക, അതെന്താ പറയുക, ശുദ്ധീകരണം എന്ന് പറയും. അതായത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതൊരു മെഷീനിലാണ് ഉണ്ടാക്കിയത്, പല കൈകളിലും മാറിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതൊരു ശുദ്ധീകരണം നടത്തണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപ്പ് വെള്ളത്തിലിട്ടും പിന്നെ അത് നെയ്യിലിട്ടും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ചിലപ്പോൾ പനിനീരിലിടും, ചില സ്റ്റോൺസ് പനിനീരിലിടും. അതൊക്കെ ഏതൊക്കെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്യും. അതിനാണ് എനർജൈസിങ് എന്ന് എല്ലാവരും പറയുന്നത്. എനർജൈസ് ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് പറയും. അത് നോർമൽ എനർജൈസിങ് ആണ്. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് റേക്കി എനർജൈസിങ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. റേക്കി എനർജൈസിങ് ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ജോബ് വേണം, ഇതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം പറഞ്ഞ്
ഗുരുമന്ത്രയ്ക്ക് ഒരു മെസ്സേജ് അയക്കുക, ജോബ് കിട്ടണം, മണി അട്രാക്ട് ചെയ്യണം, ഇതാണ് നമ്മുടെ ആവശ്യം. ഇതിന് പറ്റിയ സ്റ്റോൺ ഏതാണോ തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരുപാട് സ്റ്റോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എടുക്കാം. അതായത് സിട്രീൻ, സൺസ്റ്റോൺ, അതേപോലെ ജോബ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ അവഞ്ചർ, സോഡ ലൈറ്റ്, ഇതൊക്കെ ജോബ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതൊക്കെ നമ്മൾ റേക്കി എനർജൈസ് ചെയ്യും. നിങ്ങളുടെ പേരും ആവശ്യം പറഞ്ഞ് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഈ റേക്കി എന്ന് പറയുന്ന സംഭവം നമുക്കൊരു എനർജി ഉണ്ട്. ആസ് എ പേഴ്സൺ എനിക്കൊരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിലുള്ള സ്റ്റോണാണ് ഇതും. അപ്പോൾ ഇതിനൊരു എനർജി ഉണ്ട്. ഈ എനർജിയും എൻ്റെ ആവശ്യവും പറഞ്ഞ് എൻ്റെ എനർജിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു പവർ ഉണ്ട്. ആ പവർ ഇതിന് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് റേക്കി എനർജൈസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായ സ്റ്റെപ്പുകളുണ്ട്, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അതൊക്കെ കിട്ടിയവർക്ക് മാത്രമേ റേക്കി എനർജൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മാർക്കറ്റിൽ അവർക്ക് പറ്റും ആർക്കും പറ്റില്ല മക്കളെ. അങ്ങനെ ഇങ്ങനെ ആർക്കും പറ്റില്ല ഗൈസ്. അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതിൻ്റേതായ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്. ഇതെന്താ മിറാക്കിളാണോ ഇത് അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അതാണ് റേക്കി എനർജൈസിങ്ങിൻ്റെ പവർ. ഞാൻ ഇത്രയും പേരുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റേക്കി എനർജൈസിങ്ങിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ചുമ്മാ ഞാൻ പറയില്ലെന്നറിയാലോ. അപ്പോൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ജോബിന് വേണ്ടിയിട്ട് ഏത് സ്റ്റോണാണോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ പല എനർജീസ് ഉണ്ടാവും, നമുക്ക് പല ബ്ലോക്കുകൾ ഉണ്ടാവും. ആ ബ്ലോക്കുകളൊക്കെ മാറ്റി നമ്മുടെ കാര്യം കറക്റ്റായിട്ട് നടക്കണം. അതിനുവേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം. ആ പ്രയത്നിക്കാനുള്ള കഴിവ് നമ്മളിലേക്ക് തരാനായിട്ട്, ആ ഒരു എനർജി നമുക്ക് തരാനായിട്ട് ഈ സ്റ്റോണിലേക്ക് കൊടുക്കുന്ന എനർജിക്ക് സാധിക്കും. അതാണ് റേക്കി എനർജൈസിങ്. ആ റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന ഗുരുമന്ത്ര നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറണം എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് സ്റ്റോൺസ് സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് വാങ്ങിക്കാനും ഈ സ്റ്റോണുകൾ നിങ്ങളുടെ കയ്യിൽ എത്താനും സാധിക്കുകയുള്ളൂ. ചുമ്മാ ഒരാൾ കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ നടക്കില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറണമെന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഗുരുമന്ത്രയെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റേക്കി എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുള്ളൂ. ഇല്ലാത്തവർക്ക് ഇന്നല്ല നാളല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകും. അങ്ങനെ നമുക്കത് തടസ്സങ്ങൾ വരും. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അനുഭവിച്ചേ പറ്റൂ. അത് നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗുരുമന്ത്രയെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഗുരുമന്ത്രയെ കോൺടാക്ട് ചെയ്യാനോ ഈ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തില്ല. യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണോ നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി. പലരും എന്നോട് ചോദിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ മൂൺ സ്റ്റോൺ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോണാണിത്. മൂൺ സ്റ്റോൺ ചന്ദ്രനുമായി ബന്ധമുള്ള ഒരു രത്നക്കല്ലാണത്. മാനസിക സമാധാനം, നമ്മുടെ ആത്മവിശ്വാസം, ഭാഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നു. മെൻ്റൽ പീസ്, അതായത് മനഃശാന്തി, മൂൺ സ്റ്റോൺ ധരിക്കുമ്പോഴല്ലോ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും, മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി, ഇൻഡ്യൂഷൻസ് ഒക്കെ വരും. ഈ ഒരു കല്ല് ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുകയും ക്രിയേറ്റിവിറ്റി കൂട്ടുകയും ചെയ്തു. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് സ്ട്രോങ് ആക്കി വെക്കാൻ. അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് റിലേഷൻസ് ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ, അതൊക്കെ വളരെ സൗഹൃദത്തോടു കൂടി നമുക്ക് നല്ലൊരു കണക്ഷൻ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളിലുള്ള ഹോർമോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഇംബാലൻസ് അതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. നല്ലൊരു ഉറക്കം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ്. അതിനെല്ലാം അപ്പുറം ഭാഗ്യവും സമൃദ്ധിയും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന, ഒരുപാട് അവസരങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റോണാണ് മൂൺ സ്റ്റോൺ. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു സ്റ്റോണാണ് കേട്ടോ സിട്രിൻ. ഇത് സമ്പത്ത്, ഭാഗ്യം, ധനം, സമൃദ്ധി, സക്സസ് എന്നിവയൊക്കെ ഉണ്ടല്ലോ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവറുള്ള ഒരു സ്റ്റോണാണ് ഈ ഒരു ബ്രേസ്ലെറ്റിനുള്ളത്. സിട്രിൻ എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരോ, ജോലിയിൽ നല്ല ഗ്രോത്ത് വേണമെന്നുള്ളവരോ, നമ്മുടെ മൈൻഡ് സെറ്റാക്കാനായിട്ടുണ്ടല്ലോ അത് സഹായിക്കുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോണിലുണ്ട്. അതായത് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. നെഗറ്റീവ് ചിന്തകളിൽ നിന്നെല്ലാം മാറ്റി നമ്മളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ആത്മവിശ്വാസം, ധൈര്യം, സെൽഫ് കോൺഫിഡൻസ്, ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നമ്മളെ സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ്
പിന്നെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ക്ലാരിറ്റി, മനസ്സിലെ കൺഫ്യൂഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഫോക്കസ്, ക്ലാരിറ്റി ഒക്കെ വർദ്ധിക്കും. നല്ലൊരു മോട്ടിവേഷൻ കിട്ടാനും പുതിയ പുതിയ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അതായത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സ്റ്റോണാണ് സിട്രിൻ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്ത്, ആത്മവിശ്വാസം, പോസിറ്റിവിറ്റി, മെൻ്റൽ ക്ലാരിറ്റി ഇവയെല്ലാം നൽകുന്ന ഒരു ക്രിസ്റ്റലാണ് ഇതിൽ ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. അപ്പോൾ ഇത് വേണ്ടവർ ഇതാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാം. ഇത് മറ്റൊരു സ്റ്റോണാണ് സൺസ്റ്റോൺ. സൺസ്റ്റോൺ ഒരു പ്രകാശമുള്ള രത്നമാണ്. ഇത് ധരിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം, പോസിറ്റിവിറ്റി, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സ്റ്റോണാണ് സത്യത്തിലിത്. നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നൽകും. നെഗറ്റീവ് ചിന്തകളുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ മാറ്റി നമ്മുടെ മനസ്സിന് നല്ല ഉന്മേഷവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു സ്റ്റോണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഒരു ലീഡർഷിപ്പ് കഴിവ് നമ്മളിലേക്ക് തരുന്ന, പല നേതൃത്വങ്ങളും നമുക്ക് ചെയ്യാനായിട്ട്, പല റെസ്പോൺസിബിലിറ്റീസും നല്ല രീതിയിൽ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പവർ ഈ സ്റ്റോണിനുണ്ട് കേട്ടോ. പിന്നെ ആരോഗ്യ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നല്ല ഊർജ്ജം തരും. നമുക്ക് നമ്മുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആകർഷകമായ ഒരു ശക്തി ഉണ്ടല്ലോ, നമ്മുടെ വ്യക്തിത്വം ഉണ്ടല്ലോ, അതും നല്ല രീതിയിൽ മെച്ചപ്പെടും. ആളുകളെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണ്. ഈ സ്റ്റോണുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വെറുതെ ധരിക്കരുത്, റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിക്കണം. അപ്പോഴാണ് ഈ സ്റ്റോൺസിൻ്റെ പവറെല്ലാം നല്ല രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ, നമുക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ റേക്കി എനർജൈസിങ് എല്ലാം ഫ്രീ ആയിട്ടാണ് ഗുരുമന്ത്രയിൽ കൊടുക്കുന്നത്. അപ്പോൾ ദാ ഈ പ്രോഡക്റ്റിലാണ് കേട്ടോ ഇന്ന് ഗുരുമന്ത്രയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും